ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പുനർസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പ്രതിരോധ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടുത്തിയപ്പോൾ വിവാദ വാർത്തകളിൽ ഇടം പിടിച്ച ബി.ജെ.പി. എം.പി കങ്കണ റണാവത്ത് ഇൻഫോർമേഷൻ കമ്മിറ്റിയിൽ സ്ഥാനം നേടി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കഴിഞ്ഞ തവണയും രാഹുൽ ഗാന്ധി അംഗമായിരുന്നു. പ്രതിരോധ സമിതി അധ്യക്ഷനായി ബി.ജെ.പി. എം.പി രാധാ മോഹൻ സിംഗ് ആണ് ചുമതലയേറ്റത്. സമിതികൾ പുനഃസംഘടിപ്പിച്ച് ഉത്തരവിറക്കിയത് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ആണ്. തൃണമൂൽ കോൺഗ്രസ് അംഗം ഡോള സെൻ വാണിജ്യ സമിതി അധ്യക്ഷനായി സ്ഥാനം വഹിക്കും. ആരോഗ്യ കുടുംബക്ഷേമ സമിതി അധ്യക്ഷനായി സമാജ്വാദി പാർട്ടിയുടെ രാം ഗോപാൽ യാദവ് സ്ഥാനമേൽക്കും. വിദ്യാഭ്യാസം, സ്ത്രീകൾ, കുട്ടികൾ, യുവജനങ്ങൾ, കായികം എന്നിവയുടെ സമിതി അധ്യക്ഷനായി ദിഗ് വിജയ് സിംഗിനെ നിയമിച്ചു. വിദേശകാര്യം ശശി തരൂർ, മൃഗസംരക്ഷണം, ഭക്ഷ്യ സംസ്കരണം എന്നിവ ചരൺജിത്ത് സിംഗ് ചാനി. ഡി.എം.കെ അംഗം തിരുച്ച് ശിവ വ്യവസായവും, ടി.എം.സിയിലെ കീർത്തി ആസാദ് ഫെർട്ടിലൈസർ, ഡി.എം.കെയിലെ കനിമൊഴി കൺസ്യൂമർ ഉപഭോക്തൃ പൊതുവിതരണ സമിതി അധ്യക്ഷ പദവികൾ വഹിക്കും. സുപ്രധാന സമിതികളുടെയെല്ലാം അധ്യക്ഷ സ്ഥാനം ബി.ജെ.പിക്കാണ്. ആഭ്യന്തരം രാധാ മോഹൻദാസ് അഗർവാൾ, ധനകാര്യം ഭർതൃഹരി മഹ്താബ്, വാർത്താവിതരണം നിഷ്കാന്ത് ദുബെ, റെയിൽവേ സി.എം. രമേശ്, ലേബർ, ടെക്സ്റ്റൈൽ ആൻഡ് സിൽക്സ് ഡെവലപ്മെന്റ് ബസവരാജ് ബൊമെ, സാമൂഹ്യ വികസനം പി.സി. മോഹൻ, വാട്ടർ റിസോഴ്സ് രാജീവ് പ്രതാപ് റൂഡി എന്നിവർ സമിതിയെ നയിക്കും. എൻ.ഡി.എ ഘടകകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഊർജവും, അജിത് പവാർ എൻ.സി.പിക്ക് പ്രകൃതിവാതക സമിതി അധ്യക്ഷ പദവിയും ലഭിച്ചു. ബി.ജെ.പി. രാഷ്ട്രീയത്തിലിറങ്ങിയ നടി കങ്കണ റണൌത്ത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി വിവാദ പ്രസ്താവനകൾ നടത്താറുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പല പ്രസ്താവനകൾക്കുമെതിരെ നടി കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഇതിനെതിരായി വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്താറില്ലായിരുന്നു. പക്ഷേ കർഷക സമരം പോലുള്ള ചില കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി തന്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. തുടർന്നും കങ്കണ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രാഹുലിനെതിരെ വാക്പോരുകൾ നടത്തിയിരുന്നു. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കെയാണ് ഇരുവരും ഇപ്പോൾ പാർലമെന്റ് സമിതിയിൽ ഭാഗമാകുന്നത്. ഇത് ഇരുവർക്കുമിടയിലെ സംഘർഷാവസ്ഥ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. രണ്ടു പാർട്ടികളാണെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം രാജ്യത്തിന്റെ പുരോഗതിക്കായി വിനിയോഗിക്കുന്ന വിധം ഒരുമിച്ച് പോകാനാണ് സാധ്യത. രാഹുലും കങ്കണയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇതൊരു പരിഹാരമാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.